-20 വെതറിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കാണുന്ന സ്നോയോ സൺലൈറ്റോ ഒന്നുമല്ല. ഗൈസ്, വെൽക്കം ടു മൈ -20 ലൈഫ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഹാപ്പിനെസ് ഈ കാണുന്ന ദോശമാവാണ്. അതെ, ഇന്നലെ അരച്ചു വെച്ച ദോശമാവ് ഏതുപോലെ ഫെർമെന്റ് ആയി കിട്ടുന്നതിനും പകരം വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എനിക്കില്ല. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ദോശ കഴിച്ചാൽ കുറച്ച് പ്രൊഡക്റ്റീവ് ആവുമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി എൻ്റെ വാർഡ്രോബിന്റെ ഈ ഒരു പോർഷൻ എനിക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല, ബിക്കോസ് അതിനകത്ത് എൻ്റെ കംപ്ലീറ്റ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സപ്ലൈ വെച്ചിട്ട് നിറഞ്ഞിരിക്കുകയാണ്. സോ അതിനെ ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടി തുറന്നപ്പോഴാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് എന്നെ കാത്തിരിക്കുന്ന ഈ ഫോട്ടോഗ്രാഫ്സ് അതിനകത്തിരിക്കുന്നത് ഞാൻ ഓർത്തത്. കൂട്ടത്തിൽ കുറച്ച് മാസം മുൻപ് എപ്പോഴോ ഞാൻ മേടിച്ച കുറച്ച് ഫ്രെയിമും. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് ഇത് തന്നെ അങ്ങ് സെറ്റ് ചെയ്ത് കളയാം. എനിക്കാണെങ്കിൽ ഈ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടം. സോ ഞാൻ ഒരു ഫ്രെയിം ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് വെച്ചിട്ടും ഈ ഒരു ബിഗ് ഫ്രെയിം കംപ്ലീറ്റ്ലി ഇദ്രുവിന്റെ ഫോട്ടോസ് ആണ് വെച്ചത്. അവന്റെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ 3 കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്യൂട്ട് ഫോട്ടോസ്. ഇതിന്റെ കൂട്ടത്തിൽ അവനെന്ന വീട്ടിലുള്ളത് കൊണ്ട് തന്നെ എന്നെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി സാറിന് ഞാൻ കുറച്ച് കളറിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അവൻ അതിലങ്ങ് ബിസിയാണ്. അങ്ങനെ നമ്മുടെ ഫ്രെയിം വർക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഒരു ഫ്രെയിം, ഞാൻ അതിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ ഫ്രെയിം ഞാൻ കിച്ചണിൽ ഈ ഒരു പോർഷനിൽ കൊണ്ടുവയ്ക്കാന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവിടെ അത് ഫിക്സ് ആയി. ഞാൻ അവിടെ നിന്ന് എടുത്ത് നേരെ എന്റെ ഡെസ്കിന്റെ അവിടെ കൊണ്ടങ്ങ് വെച്ചു. ഇന്നത്തെ ഈ ഒരു കലാപരിപാടി വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ ഞാൻ തപ്പിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന്റെ സോഫ്റ്റ് കോപ്പീസും കൂടെ കിട്ടിയത്. എന്നാൽ പിന്നെ അതും നമുക്ക് ഈ കാണുന്നൊരു ഫ്രെയിമിൽ സെറ്റ് ചെയ്യാം. ഇനി ഇത് എവിടെ വെക്കാമെന്ന് ആലോചിച്ചപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇക്കാടെ ഡെസ്കിൽ വെക്കാം. ദെൻ ലേറ്റർ ഓൺ ഞാൻ ഓർത്തു നമ്മൾ നേരത്തെ ഫോട്ടോ ഫ്രെയിം വെക്കാൻ ഉദ്ദേശിച്ച ആ ഒരു പ്ലേസിൽ, അതായത് എൻ്റെ കിച്ചണിന്റെ ആ ഒരു സൈഡിൽ കൊണ്ട് ഇവന്റെ ഈ ഒരു ഫോട്ടോ വെക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോന്റെ കൂടെ ഞാൻ ഇതിന്റെ ഈ ഒരു പിക്ക് വെച്ച് കൂട്ടത്തിൽ കുറച്ച് ഫെയറി ലൈറ്റ്സിന്റെ അവിടെയും കൂടെ ഞാൻ ഫോട്ടോസ് ചേഞ്ച് ചെയ്തു. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫോട്ടോ കലാപരിപാടി നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ആൻഡ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് അനദർ വിന്റർ ഡേ ടേൺ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.